ഒരു നിയമത്തിന് മുന്നിൽ പോകുമ്പോൾ നമുക്കതിന് എവിഡൻസ്, കൃത്യമായ കൃത്യതകൾ ഒക്കെ വേണം. അപ്പം ചില സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, നമുക്കൊരു ട്രോമ ഉണ്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും അല്ല, ചില ആൾക്കാരെങ്കിലും ആ ഡീറ്റെയിൽസ് മറക്കാൻ നോക്കും. നമുക്കത് ഒരു ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു റെസ്പോൺസ്, അത് മറന്നു പോട്ടെ എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ നമ്മളൊരു പരാതിപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ കൃത്യമായ കാര്യങ്ങളും ചിലപ്പോൾ ഓർത്തിരിക്കണം, അത് വീണ്ടും പറയണം. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ഒരു നെഗോഷിയേഷനാണ്. നമുക്കിത് മറന്ന് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഇത് പരാതിപ്പെട്ട് ഇതിന് വേണ്ട ജസ്റ്റിസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് ഓർത്തെടുക്കണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അത് ഓരോ ആളുകൾക്കും, ഓരോ സർവൈവറിനും അത് ഓരോ രീതിയിലായിരിക്കാം. എത്രയായാലും പക്ഷെ നമ്മൾ മൊഴി കൊടുക്കാനൊക്കെ, ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതവണ മൊഴി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് പിന്നെ പറയാനും അതത്ര ഒരു നല്ലൊരു ഫീലിംഗ് അല്ല.